എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് നിങ്ങളെ ഹൃദയമെടുപ്പ് മിസ് കേൾക്കുന്നുണ്ട്. യെസ്, നമ്മൾ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംസ്കൃതം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാവ്യദീപ ശിഖ എന്ന് പറയുന്ന ശ്ലോകത്തിൽ നിന്നുള്ള ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പോവാം അല്ലെ. അപ്പൊ അതിനു മുന്നേ ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറയാം. ഈ ഒരു പാഠഭാഗത്ത് ഭോജരാജൻ എന്ന് പറയുന്ന വിദർഭാധിപതിയായിട്ടുള്ള ഭോജരാജന്റെ സഹോദരി ഇന്ദുമതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വയംവരമാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പാഠഭാഗത്തുള്ള സിറ്റുവേഷൻ. ഇപ്പൊ ഇവിടെ സ്വയംവരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ഒരു വിവാഹ സമ്പ്രദായമായിരുന്നു ഈ സ്വയംവരം ചെയ്യാന്നാണ് പറയുന്നത്. മറ്റുള്ള രാജ്യത്തുള്ള രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും ഒക്കെ തന്നെയും വിവാഹത്തിന് സന്നദ്ധതയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ കുമാരിമാരുടെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച് വളരെ ആതിഥ്യ മര്യാദകളോടുകൂടി തന്നെ ക്ഷണിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു തോഴി രാജകുമാരിയുടെ അടുത്ത് വന്നിട്ട് ഓരോ രാജാവിന്റെയും ഓരോ ആൾക്കാരുടെയും നല്ല വശങ്ങളും ക്വാളിറ്റീസും അതുപോലെ ക്വാളിറ്റീസ് അല്ലാത്ത കാര്യങ്ങളും നല്ല വശങ്ങളും മോശം വശങ്ങളും ഒക്കെ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുമാരിക്ക് ഇഷ്ടപ്പെട്ട ആളെ മാത്രം വിവാഹം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ സ്വയംവരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സന്ദർഭം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലെ, എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നോക്കാം. യെസ്, ശ്ലോകം വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് വരുന്നതാണ്. ഈ ഒരു പാഠഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായി ശ്രദ്ധിക്കാം കേട്ടോ. സ്വസുർ വിദർഭാധിപതേസ്തദീയോ ലേപേന്തരം ചേതസിനോപദേശഃ ദിവാകരാദർശന ബന്ധകോശേ നക്ഷത്രനാഥാംശുരീവവാരവിന്ധേ. ഇവിടെ പറയാണ് സ്വസുർ വിദർഭാധിപതേസ്തദീയോ, സ്വസുഹു സഹോദരിയായിട്ടുള്ള, ആരുടെ സഹോദരിയാണ്? വിദർഭ രാജ്യത്തെ രാജാവിന്റെ സഹോദരിയായിട്ടുള്ള ഇന്ദുമതി അല്ലെ. ഇന്ദുമതിയുടെ ലേഭേന്തരം ചേതസിനോപദേശ, ലേഭേന്തരം ന ലേഭേ പ്രവേശിച്ചില്ല, അന്തരം അല്ലെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. എന്ത്? ചേതസി മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. ഉപദേശം പ്രവേശിച്ചില്ല. എന്തുപോലെയാണ്? ദിവാകര ദർശന ബന്ധകോശേ, സൂര്യനെ കാണാത്തത് കൊണ്ട് ചുരുങ്ങിപ്പോയിട്ടുള്ള അരവിന്ദേ അല്ലെ, അരവിന്ദം പോലെ അഥവാ താമര പോലെ നക്ഷത്രനാഥാംശുരീവവാരവിന്ധേ, നക്ഷത്രനാഥാംശുഹു നക്ഷത്രനാഥനായിട്ടുള്ള അഥവാ ചന്ദ്രരശ്മിയെ പോലെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യനും താമരയും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ വരുന്ന സമയത്ത് താമര വിടരും, താമര എന്ത് ചെയ്യും? സൂര്യൻ പോകുമ്പോ വാടിപ്പോവും ചെയ്യും. ഓക്കെ, ഈ ഒരു രീതിയാണ് ഇവര് തമ്മിലുള്ള ഒരു പ്രണയമാണ്. ഓക്കെ എന്ന് കരുതുക. സൂര്യൻ വരുമ്പോ താമര വരും, താമര വരുമ്പോ സൂര്യന് വരും, ആ ഒരു രീതി. ഓക്കെ, അപ്പൊ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യൻ പോകുന്ന സമയത്ത്, അസ്തമിക്കുന്ന സമയത്ത് താമര എന്ത് ചെയ്യും? ചുരുങ്ങി പോകും, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ വാടിപ്പോവും എന്ന് കരുതുക. അപ്പൊ ചന്ദ്രന്റെ രശ്മികൾ വരുന്ന സമയത്ത് താമര വീണ്ടും എന്ത് ചെയ്യും? ചന്ദ്രന്റെ വേറൊരു വെളിച്ചം വരുന്നുണ്ട്, എന്നാ പിന്നെ ഞാനൊന്ന് വിടരാം എന്ന് വിചാരിക്കോ? ഇല്ല അല്ലെ. ചന്ദ്രൻ വരുന്ന സമയത്ത് ഉള്ളിലേക്ക് ആ ഒരു വെളിച്ചം, താമരക്കുള്ളിലേക്ക് വെളിച്ചം എന്ത് ചെയ്യില്ല, ആ രശ്മിയെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പൊ അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ദുമതിയോട് തന്റെ തോഴിയായിട്ടുള്ള സുനന്ദ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, അതൊന്നും മനസ്സിലേക്ക് എടുക്കുന്നില്ല, മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. അസ്മിൻ ശ്ലോകെ ക്രിയാപദം കിം, ഈ ഒരു ശ്ലോകത്തിൽ ക്രിയാപദം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ക്രിയാപദം ഏതാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ന ലേഭേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേഭേ അല്ലെ, ലേഭേ ന ലേഭേ എന്ന് പറഞ്ഞാൽ ലഭിച്ചില്ല, ലേഭേ ലഭിക്കുക, അതാണ് ക്രിയാപദം. ഓക്കെ, ലഭിക്കുക എന്നുള്ളതാണ് ക്രിയാപദം. കിം ന ലേഭേ, എന്താണ് ലഭിക്കാത്തത്? എന്താണ്? കിം അന്തരം, ഉള്ളിലേക്കാണ് ലഭിക്കാത്തത്. കിം ന ലേഭേ, അന്തരം ഉള്ളിലേക്ക് ലഭിച്ചില്ല അല്ലെ.
കഹ ഇവ ന ലേഭേ, ഏതുപോലെയാണ് ലഭിക്കാത്തത്? നക്ഷത്രനാഥാംശുഹു ഇവ, നക്ഷത്രത്തിന്റെ അഥവാ നാഥനായിട്ടുള്ള, നക്ഷത്രത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞ ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ നാഥനായിട്ടുള്ള, നക്ഷത്രത്തിന്റെ നാഥനായിട്ടുള്ള ചന്ദ്രൻ, അപ്പൊ ചന്ദ്രന്റെ രശ്മി പോലെയാണ്, രശ്മി കേട്ടോ, രശ്മിയെ പോലെ, ചന്ദ്രരശ്മിയെ പോലെ പ്രവേശിച്ചില്ല എന്നാണ് പറയുന്നത്. കസ്യാഹ ചേതസി ഉപദേശഃ അനന്തരം അന്തരം ന ലേഭേ, കസ്യാഹ ചേതസി ഉപദേശഃ അന്തരം ന ലേഭേ, ഉപദേശം അന്തരം ന ലേഭേ, ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. കസ്യാഹ, ആരുടെ മനസ്സിനുള്ളിലേക്കാണ് പ്രവേശിക്കാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. വിദർഭാധിപതേഹ സ്വസുഹു, വിദർഭ രാജ്യത്തെ രാജാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരി അഥവാ ഇന്ദുമതി. ഇവിടെ കസ്യാഹ എന്ന് കണ്ടല്ലോ, കസ്യാഹ എന്ന് കണ്ടാൽ അതൊരു സ്ത്രീയാണ്, സ്ത്രീലിംഗാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ദുമതി ആയിരിക്കും ഇവിടെ. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തു വെക്കണം കേട്ടോ. ശ്ലോകെ പജ്ഞം ഇത്യർത്ഥം പദം, പജ്ഞം എന്ന് പറഞ്ഞാൽ താമരയാണ്. താമര എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അരവിന്ദാണ് കേട്ടോ, താമര. അപ്പൊ അരവിന്ദമാണ്, അരവിന്ദം. അധോ രേഖാങ്കിത പദസ്യ പദച്ഛേദ ലിഖത, രേഖാങ്കിത പദം, അടിവരയിട്ട പദം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത പദത്തിന്റെ എന്താണ് ചെയ്യേണ്ടത്? പദച്ഛേദം എഴുതുക. നമുക്ക് നോക്കാം, അവിടെ ഒരു പദം രേഖാങ്കിത പദമാണ് അല്ലെ. ലേഭേന്തരം എന്ന് കൊടുത്തിട്ടുണ്ട്. ലേഭേന്തരം, ലേഭേന്തരം എന്നുള്ള പദത്തിന്റെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, അതിനെ വിഭജിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? ഈ എസ് നിങ്ങൾ കാണുന്ന സമയത്ത് എപ്പോഴും വിചാരിക്കുക പ്ലസിന് ശേഷം ആ എന്നുള്ള ചിഹ്നം വരും എന്നുള്ളത് പഠിച്ചു വെക്കുക. പ്ലസിന് ശേഷം ആ വരും. ഈ എസ് അല്ലെ വിസർഗം കാണുന്ന സമയത്ത് നീട്ടാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, കൂടുതലും നീട്ടാൻ യൂസ് ചെയ്യുന്നതാണ് ഈ എസ് പോലെയുള്ള സംഭവം, വിസർഗം. അപ്പൊ അത് കാണുന്ന സമയത്ത് എപ്പോഴും പ്ലസിന് ശേഷം ആ എന്നുള്ള അക്ഷരം വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലേഭേന്തരം എന്ന് പറയുന്നത് ലേപേ അധികം അന്തരമാണ്. ലേപേ അധികം അന്തരം, ലേപേ പ്ലസ് അന്തരമാണ്. അടുത്തത് ചേതസി ഇത്യത്ര കാ വിഭക്തി. ചേതസി എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണ്? സപ്തമി വിഭക്തിയാണ്. ഏത് വിഭക്തിയാണ്? സപ്തമി വിഭക്തിയാണ് ചേതസി എന്ന് പറയുന്നത്, സപ്തമി വിഭക്തിയാണ്. ഇനി നമുക്കൊരു ഗദ്യക്രമം എഴുതാനുള്ള ഒരു ചോദ്യമുണ്ട്. ഗദ്യക്രമം എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഇവിടെ സ്വസുഹു എന്ന് കൊടുത്തിട്ടുണ്ട്, സഹോദരി അല്ലെ. അപ്പൊ ആരുടെ സഹോദരിയാണ് മക്കളെ? ആരുടേതാണ്? ആരുടെ സഹോദരിയാണ്? വിദർഭാധിപതിയുടെ സഹോദരിയാണ്. നമ്മൾ അവിടെ അതാണ് എഴുതി കൊടുക്കേണ്ടത്. വിദർഭാധിപതി, വിദർഭാധിപതേഹേ സ്വസുഹു, വിദർഭാധിപതേഹേ സ്വസുഹു, വിദർഭാധിപതേഹേ സ്വസുഹു. ചേതസി തദീയഃ ഉപദേശഃ അരവിന്ദേ എന്ന് കൊടുത്തിട്ടുണ്ട്, താമരയിൽ അല്ലെ. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം? ദിവാകരാദർശന, ദിവാകരാദർശന, ദിവാകരാദർശന ബദ്ധഘോഷേ, ദിവാകരാദർശന ബദ്ധഘോഷേ അരവിന്ദേ നക്ഷത്രനാഥാംശുഹു ഇവ അന്തരം ന ലേഭേ, അന്തരം ന ലേഭേ, അന്തരം ലഭിച്ചില്ല, ഉള്ളിലേക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് അല്ലെ. അന്തരം ന ലേഭേ. അടുത്തൊരു ശ്ലോകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. എന്താണ്? യെസ്, സഞ്ചാരിണി ദീപ് ശിഖേവരാത്രൗ യം യം വ്യതിയായ പതിം വരാസ നരേന്ദ്ര മാർഘാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സഭൂമിപാല. എന്താണ് ഇവിടെ പറയുന്നത്? സഞ്ചാരിണി ദീപ ശിഖേവരാത്രൗ, സഞ്ചാരിണി ശീലമുള്ള, സഞ്ചരിച്ച ശീലമുള്ള ദീപശിഖ, ദീപശിഖ എന്ന് പറഞ്ഞാൽ ദീപജ്വാല. ഓക്കെ, ദീപശിഖേവരാത്രൗ, സഞ്ചരിച്ച ശീലമുള്ള
രാത്രിയില് സഞ്ചരിച്ച ശീലമുള്ള ഈ ഒരു ദീപജ്വാല യം യം വ്യതിയായ പതിംവരാസ ഓരോ രാജാവിനെയും എന്ത് ചെയ്യാണ്, കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പതിംവരാസ എന്ന് പറയുന്നത് സ്വയംവരത്തിന് തയ്യാറായിട്ടുള്ള ഓരോ രാജാവിനെ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. നരേന്ദ്ര മാർഘാട്ട ഇവ പ്രഭേദേ രാജവീതിയില് നിൽക്കുന്ന നിരീക്ഷണാലയങ്ങൾ പോലെ. ഇവ പ്രഭേദേ എന്ന് പറഞ്ഞാൽ നേടുക. പ്രഭേദേ എന്ന് പറയുന്നത് നേടുക എന്നാണ് അർത്ഥം. നേടുക, പ്രഭേദേ എന്ന് പറഞ്ഞാൽ നേടുക. വിവർണഭാവം സസഭൂമിപാല വിവർണഭാവം നിരാശഭാവം കൊണ്ട് സസഭൂമിപാല രാജാക്കന്മാരൊക്കെ നിരാശഭാവമാണുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞുതരാം, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യെസ്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സഞ്ചാര സ്വഭാവമുള്ള രാത്രിയിൽ സഞ്ചരിച്ച ശീലമുള്ള ദീപശിഖ അല്ലെ. ദീപശിഖ എന്ന് പറയുന്നത് ചൂട്ട് കത്തിച്ചു പോവുക, അല്ലെങ്കിൽ ചൂട്ട എന്നാണ് മിസ്സിന്റെ നാട്ടിൽ പറയാ. ചൂട്ട് കത്തിച്ചു പോവുക എന്നാണ് പറയാ, ചൂട്ട്. ഓക്കെ, ഈ ചില നാടുകളിലൊക്കെ പഴയ കാലത്തൊക്കെ കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് വഴിയിലൂടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാല് തീയൊക്കെ കൊടുത്തിട്ട് ഒരു ചൂട്ട കത്തിച്ച് ഇങ്ങനെ കയ്യില് പിടിച്ചിട്ട് അതിന്റെ പ്രകാശത്തിലാണ് നടക്കുക. ഓക്കെ, അതാണ് ഇവിടെയും പറയുന്നത്. ഈ ദീപശിഖ രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്? യം യം വ്യതിയായ പതിംവരാസ വിവാഹത്തിന് സ്വയംവരത്തിന് തയ്യാറായിട്ടുള്ള സാ അവൾ ഇന്ദുമതി എന്താണ് ചെയ്യുന്നത്? ദീപശിഖ ഇവ യം യം വ്യതിയായ ഓരോ രാജാവിനെയും ഇങ്ങനെ ദീപശിഖ പോലെ ഇങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വിവർണഭാവം സസഭൂമിപാല നരേന്ദ്ര മാർഘാട്ട ഇവ പ്രഭേദേ വിവർണഭാവം സസഭൂമിപാല. അപ്പൊ കാവൽ മാടങ്ങളിൽ എന്ന പോലെ അഥവാ രാജവീതിയിൽ നിൽക്കുന്ന നിരീക്ഷണാലയങ്ങൾ പോലെ വിവർണഭാവം നിരാശഭാവം ആ രാജാക്കന്മാരിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചുരുക്കത്തിൽ പറഞ്ഞാല് രാത്രിയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശീലമുള്ള ഈ ദീപശിഖ പോലെ നമ്മുടെ ഇന്ദുമതി എന്ത് ചെയ്യാണ്, ഓരോ രാജാവും ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിൽക്കുകയാണ്. ഓരോരാളുടെ അടുത്തേക്കും പോകുന്നു. പോയിട്ട് അയാളുടെ ഗുണങ്ങളും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇങ്ങനെ വായിക്കുന്നു. അപ്പം വേണ്ട, ഇയാളെ വേണ്ട എന്ന് കരുതി അടുത്ത ആളിലേക്ക് പോകുന്നു. അപ്പം ആദ്യത്തെ ആൾ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ ആള് വിചാരിക്കുകയാണ് എന്നിപ്പം സ്വീകരിക്കാൻ വേണ്ടി വിളിക്കും എന്ന് കരുതുന്ന സമയത്ത് അടുത്ത ആളിലേക്ക് പോകുമ്പോ അയാളുടെ മുഖം എന്തായി മാറുന്നു? നിരാശമായിട്ട് മാറുന്നു. ഈ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. തൊട്ടടുത്ത ആളിലേക്ക് പോകുമ്പോ തൊട്ട് പിറകിൽ നിൽക്കുന്ന ആൾക്ക് വിഷമാവുന്നു, നിരാശ ഉണ്ടാക്കുന്നു. ഈ ഒരു കാര്യമാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, ദീപജ്വാല ഓരോ റൂമുകളിലേക്കും അല്ലെങ്കിൽ ഓരോ രാജവീതിയിൽ ഉണ്ടാകുന്ന കൊട്ടാരങ്ങൾക്ക് മുന്നിൽ എത്തുന്ന സമയത്ത് ആ കൊട്ടാരത്തില് വെളിച്ചം ഉണ്ടാകുന്നു. ഓരോ കൊട്ടാരത്തിന് മുന്നിൽ എത്തുമ്പോഴും ഓരോ റൂമിലേക്ക് എത്തുന്ന സമയത്തും അവിടെ വെളിച്ചം വരുന്നു. തൊട്ടടുത്ത റൂമിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് പിറകിലുള്ള ആ കൊട്ടാരത്തിലേക്ക് വെളിച്ചം എത്താതിരിക്കുന്നു. അതുപോലെ നിരാശയാണ് കാണിക്കുന്നത്. ഇരുട്ടിനെ ഇവിടെ നിരാശയായിട്ട് കാണിക്കുന്നു. മനസ്സിലായല്ലോ? യെസ്. അസ്മിൻ ശ്ലോകെ ക്രിയാപദം ക്ലിപ്. ഇവിടെ ക്രിയാപദം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പ്രപേദേ വ്യതിയായ. രണ്ട് ക്രിയാപദങ്ങളാണുള്ളത്. ഒന്ന് പ്രപേദേ. പ്രപേദേ എന്ന് പറഞ്ഞാൽ നേടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രപേദേ എന്ന് പറഞ്ഞാൽ നേടുക. വ്യതിയായ. വ്യതിയായ എന്ന് പറയുന്നത് കടന്നിങ്ങനെ പോകുന്നതിന് രാജവീതിയിലൂടെ. യം യം വ്യതിയായ എന്ന് പറഞ്ഞാൽ ഓരോ രാജാവിനെയും കടന്നിങ്ങനെ പോവുക കേട്ടോ. വിവർണഭാവം എന്ന് പറയുന്നത് എന്താണ്? കിം പ്രഭേദേ. എന്താണ് നേടിയത്? എന്താണ് നേടുന്നത്? എന്താണ്? വിവർണഭാവമാണ്, നിരാശയാണ് അല്ലെ. നിരാശയാണ് നേടുന്നത്. പതിംവര കാ. ആരാണ് പതിംവര? ഇവിടെ കാ എന്ന് കണ്ടല്ലോ. കാ എന്ന് കാണുന്ന സമയത്ത് അതൊരു സ്ത്രീ ആയിരിക്കും. പുരുഷനാണെങ്കിൽ എങ്ങനെയാണ് വരിക? കഹ. മനസ്സിലായല്ലോ? അപ്പൊ പതിംവര എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാ എന്ന് എഴുതാം, അവൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്ദുമതി എന്ന് എഴുതാം. രണ്ടും എഴുതാം. പദച്ഛേദം ലിഖത ദീപശിഖേവ. ദീപശിഖേവ എന്നുള്ളതിന്റെ പദച്ഛേദം ദീപശിഖ അധികം ഇവ. ദീപശിഖ അധികം ഇവ. കഹ വിവർണഭാവം പ്രഭേദേ. ആരാണ് വിവർണഭാവം പ്രഭേദേ?
ആരാണ് വിവർണഭാവം നേടിയത്, അല്ലെങ്കിൽ ആർക്കാണ് വിവർണഭാവം ഉള്ളത്? ആർക്കായിരുന്നു? ഭൂമിപാലഹ. നിരാശരുള്ളത് ആർക്കായിരുന്നു? നിരാശ വന്നത് രാജാക്കന്മാർക്കല്ലേ. അപ്പൊ ഭൂമിയെ പാലിക്കുന്നവരാണ് ഭൂപാലൻ എന്ന് പറയുന്നത്. ഇവിടെ ഭൂമിപാലഹ, ഭൂമിപാലൻ രാജാവിനാണ് കേട്ടോ. പതിം വ്രണീതേ യാസ. പതിയെ നോക്കുന്നവൾ ആരാണ്? പതിം വരാ അല്ലേ. പതിയുടെ ധർമ്മമൊക്കെ ചെയ്യുന്നത് ആരാണ്? പതിധർമ്മം കൃത്യമായിട്ട് പതിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത് ആരായിരുന്നു? പതിം വരാ, സ്വയംവരത്തിന് തയ്യാറായവള് അല്ലെ. ശ്ലോകേ രാജ ഇത്യർത്ഥ്യ പ്രയുക്തം പദം. രാജാവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഭൂമിപാലഹ. മനസ്സിലായല്ലോ. ശ്ലോകസ്യ ഗദ്യക്രമം എഴുതാം, അന്വയം എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. സാ രാത്രൗ സഞ്ചാരിണി, അവൾ രാത്രിയിൽ സഞ്ചരിക്കുന്നവളാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആരായിരിക്കും? പതിംവരാ. ഈ പതിംവര രാത്രിയിൽ സഞ്ചരിക്കും. വിവാഹത്തിന് വേണ്ടി സന്നദ്ധത കാണിച്ചിട്ടുള്ള പതിംവര രാത്രിയിൽ സഞ്ചരിക്കുന്ന ദീപശിഖ പോലെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? ദീപശിഖ ഇവ, ദീപശിഖ പോലെ യം യം വ്യതിയായ സസ ഭൂമിപാലഹ. നരേന്ദ്ര മാർഘാട്ട ഇവ വിവർണഭാവം, നിരാശഭാവം അല്ലെ. വിവർണഭാവം പ്രഭേദേ. മനസ്സിലായല്ലോ. യെസ്. ശ്ലോകസ്യ ആശയം സ്വവാക്യൈഹി ലിഖത. സ്വന്തം ആശയം സ്വന്തമായിട്ടുള്ള വാക്യങ്ങളിൽ എഴുതാനാണ്. ഈ ശ്ലോകത്തിന്റെ ആശയം സ്വന്തമായി വാക്യങ്ങളിൽ എഴുതാൻ നമ്മളിപ്പോ ആശയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. മൂന്നാമത്തെ ശ്ലോകമാണ്. പ്രാപ്യ സർവാവ്യമാനവധ്യം വ്യാവർത്ത താന്യോപഗമാത് കുമാരി നെഹി പ്രബുല്ലം സഹകാര്യമെത്തിയ വൃക്ഷാന്തരം കാക്ഷതി ഷഡ്പഥാവലി എന്നാണ് പറയുന്നത്. എന്താണ്? തം പ്രാപ്യ സർവാവ്യമാനവധ്യം വ്യാവർത്ത താന്യോപഗമാത് കുമാരി നെഹി പ്രബുല്ലം സഹകാര്യമെത്തിയ വൃക്ഷാന്തരം കാക്ഷതി ഷഡ്പഥാവലി. ഇവിടെ കുമാരി എന്ന് പറയുന്നത് ഇന്ദുമതിയെയാണ് അല്ലെ. ഇന്ദുമതി സർവാവയവാനവധ്യം, എല്ലാ അവയവങ്ങളാലും എല്ലാ അവയവത്തോടു കൂടിയും മനോഹരമായിട്ടുള്ള തം പ്രാപ്യ ഒരാളിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാ അവയവവും, കണ്ണിന് കണ്ണ്, മൂക്കിന്റെ അടുത്ത് മൂക്ക്, അങ്ങനെ എല്ലാ അവയവങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ല ഒരാളെ കണ്ടപ്പോൾ എന്ത് ചെയ്യാണ് നമ്മുടെ ഇന്ദുമതി? അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നഹി പ്രബുല്ലം സഹകാര്യമെത്ത വൃക്ഷാന്തരം കാക്ഷതി ഷഡ്പഥാവലി എന്നാണ് പറയുന്നത്. ഷഡ്പഥാവലി എന്ന് പറയുന്നത് എന്താണ്? വണ്ടുകൾ. വൃക്ഷാന്തരം കാക്ഷതി അല്ലെ. വൃക്ഷാന്തരം മറ്റൊരു വൃക്ഷത്തിലേക്ക് എന്നെ കാക്ഷതി ആഗ്രഹിച്ചിട്ടില്ല. പ്രഫുല്ലം സഹകാര്യമേത്തിയ അല്ലെ, സഹകാര്യം. ഇപ്പൊ പൂത്തുലന്ന മാവ് പോലെ, പൂത്തുലന്ന മാവില് വണ്ടുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് പോലെ ഒരാൾ ഇഷ്ടപ്പെട്ട സമയത്ത് പിന്നീട് ഇന്ദുമതി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല, അവിടെ ഇങ്ങനെ സ്റ്റക്ക് ചെയ്ത് അവിടെ തന്നെ നിന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അസ്മാത് ശ്ലോകാത് ഏകം ക്രിയാപദം ലിഖിതം. ഇവിടെ ക്രിയാപദം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കാക്ഷതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. കാക്ഷതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം. വ്യാവർത്തത, വ്യാവർത്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാവർത്തത എന്ന് പറയുന്നത് വിമുഖമായിട്ട് നിൽക്കുക. ഒന്നെങ്കിൽ ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിമുഖമായി നിൽക്കുക, രണ്ടും പറ്റും കേട്ടോ. ശ്ലോകാത് ഏകം ല്യബന്ധം ചിത്വലിഖിത. ഈ ല്യബന്ധം എന്താണ്? ല്യബന്ധം എന്ന് പറഞ്ഞാൽ യായിൽ അവസാനിക്കുന്നതാണ് ല്യബന്ധം. അപ്പൊ യായിൽ പ്രാപ്യ, ഏത്യ എന്നൊക്കെ പറയുന്നത്, പ്രതീക്ഷ എന്നൊക്കെ പറയുന്നതാണ് ല്യബന്ധത്തിൽ വരുന്നത്. അപ്പൊ ദ്വാന്തം മുന്നന്തം ല്യബന്ധമൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം കേട്ടോ. അതെന്തായാലും എക്സാമിന് വരുന്ന ഒരു കാര്യമാണ്. അടുത്തത് കുമാരി കസ്മാത് വ്യാവർത്തത. കുമാരി കസ്മാത് ആരിൽ നിന്നാണ്? വ്യാവർത്തത, വിമുഖമായി നിന്നത്.
അന്യോപഗമാത്. അന്യോപഗമാത് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ അരികിൽ നിന്നാണ് കുമാരി വിമുഖമായിട്ട് നിന്ന്. വേറൊരാൾ വരുന്ന സമയത്ത് അയാളോട് വിമുഖമായിട്ട് നിന്നു. മുഖം തിരിച്ചു നിന്നു എന്നുള്ള അർത്ഥം ഇഷ്ടക്കേട് കാണിച്ചു, താല്പര്യമില്ല. വിമുഖത എന്ന് പറഞ്ഞാൽ താല്പര്യക്കുറവ് കാണിച്ചു. ഓക്കെ. അന്യഹ വൃക്ഷഃ, മറ്റൊരു വൃക്ഷം എന്ന് അർത്ഥമാക്കുന്നത് വൃക്ഷാന്തരമാണ്. വൃക്ഷാന്തരം, മറ്റൊരു വൃക്ഷം എന്ന് പറയുന്നത് വൃക്ഷാന്തരമാണ്. വികസിതം, വികസിതം എന്ന് പറയുന്നത് പ്രഫുല്ലമാണ്. വികസിതം എന്ന് പറയുന്നത് പ്രഫുല്ലമാണ്, പ്രഫുല്ലം. ഓക്കെ, പ്രഫുല്ലമാണ്. വികസിതം എന്ന് പറയുന്നത് പ്രഫുല്ലമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിരിഞ്ഞു നിൽക്കുന്നത്, വിരിഞ്ഞു നിൽക്കുക എന്നാണ് അർത്ഥം. വിരിഞ്ഞു നിൽക്കുക. ഷഡ്പഥാനാമാലി, ഷഡ്പഥാനാമാലി എന്ന് പറയുന്നത് എന്താണ്? ഷഡ്പഥാവലിയാണ് അല്ലെ. ഷഡ്പഥാനാമാലി എന്ന് പറയുന്നത് ഷഡ്പഥാവലിയാണ്. അപ്പം വണ്ടുകളുടെ കൂട്ടത്തെയാണ് പറയുന്നത്, വണ്ടുകളുടെ കൂട്ടം. ഷഡ്പഥാലി എന്ന് പറയുന്നത് വണ്ടുകളുടെ കൂട്ടത്തെയാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഗദ്യക്രമം ഒന്ന് നോക്കാം. ഗദ്യക്രമം എങ്ങനെയാണ് വരിക? കുമാരി, കുമാരി ആയിട്ടുള്ള, കുമാരി എന്ന് പറയുന്നത് ഇന്ദുമതി. അപ്പൊ ഇന്ദുമതി എന്ത് ചെയ്യാണ്? തം പ്രാപ്യ, ഒരാളുടെ അടുത്ത്, പ്രാപിച്ചപ്പോൾ, എത്തിയപ്പോൾ. ആരുടെ അടുത്താണ്? സർവാവയവ അവധ്യം അല്ലെ, അവധ്യം, എല്ലാ അവയവങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരാളുടെ അടുത്തെത്തിയപ്പോൾ അന്യോപഗമാത്, മറ്റുള്ള ആൾക്കാരിൽ നിന്ന്, അന്യോപഗമാത് മറ്റുള്ളവരിൽ നിന്ന്, വ്യാവർത്തത വിമുഖത കാണിച്ചു. ഹി ഷഡ്പഥാവലി, എങ്ങനെയുള്ള ഷഡ്പഥാവലിയാണ്? പ്രഫുല്ലം അല്ലെങ്കിൽ പ്രഫുല്ലം. സഹകാര്യം ഏത്യ, വൃക്ഷാന്തരം, മറ്റൊരു വൃക്ഷത്തിലേക്ക് പോകാത്തതുപോലെ. കാംക്ഷതി എന്നാണ് പറയുന്നത്. അപ്പൊ പൂത്ത് നിൽക്കുന്ന ഒരു മാവ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പം വേറൊരു വൃക്ഷത്തിലേക്ക് ഈ വണ്ടുകൾ വീണ്ടും പോവുമോ? ഇല്ലല്ലേ, ഓൾറെഡി ഇവിടെ പൂത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഇവിടെ ഒരു രാജാവിനെ കണ്ടു. രാജാവിന്റെ പേരെന്തായിരുന്നു? അജൻ എന്നാണ് കേട്ടോ. അപ്പൊ അജനെ കണ്ട സമയത്ത് നമ്മുടെ ഇന്ദുമതി അപ്പുറം ഇപ്പുറം ഒന്നും നോക്കിയില്ല, അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നു, അവന്റെ അടുത്ത് തന്നെ നിന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് 4ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. കുലേന കാന്ത്യ വയസാ നവേന ഗുണൈശ്ച തൈസ്തേർ വിനയ പ്രധാനി ത്വമാത്മനസ്തുല്യമമും വൃണീഷ്യ രത്നം സമാഗച്ഛതു കാഞ്ചനേന. എന്താണ് പറയുന്നത്? കുലേന കാന്ത്യ അല്ലെ, കുലത്താൽ മനോഹാരിതയുള്ളവനും, നവേന വയസ്സ യൗവനത്താലും വിനയത്താലും, വിനയപ്രധാന നല്ല ശീലത്താലും ഗുണത്താലും, തൈസ്തേർ ഗുണൈശ്ച ആത്മനസ്തുല്യം അമും തം വൃണീഷ്യ തനിക്ക് യോജിച്ച ഈ രാജകുമാരനെ സ്വീകരിച്ചാലും എന്ന് പറയുന്നുണ്ട്. രത്നം കാഞ്ചനേന സമാഗച്ഛതു, സ്വർണ രത്നങ്ങളോട് കൂടെ വരൂ, അല്ലെങ്കിൽ രത്നത്തോട് ചേരട്ടെ എന്ന് പറയും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഖിയായിട്ടുള്ള സുനന്ദ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായ സമയത്ത് അവളോട് പറയാണ്, കുലത്താൽ മനോഹാരിതയുണ്ട്, നല്ല തറവാടിത്തമുള്ള ആളാണ്, അതുപോലെ നല്ല യുവാവാണ്, യൗവനമുണ്ട്, അതുപോലെ നല്ല വിനയമുള്ളവനാണ്. ക്വാളിറ്റീസ് ആണ് ഇങ്ങനെ പറയുന്നത്. നല്ല വിനയമുണ്ട്, അതുപോലെ നല്ല ശീലമുണ്ട്, നല്ല ഗുണത്താലുള്ളവനാണ്, ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ടുള്ള ആളാണ്, നല്ല പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഈ രാജകുമാരനെ നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറയാണ്. അതിനുശേഷം പറയാണ് സ്വർണം രത്നത്തോട് കൂടിച്ചേരട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. അഥവാ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്നുള്ള അർത്ഥം. നമുക്ക് നോക്കാം. അസ്മാത് ശ്ലോകാത് ഏകം ക്രിയാപദം ലിഖിത, ഒരു ക്രിയാപദം എഴുതുക. ഇവിടെ വൃണീഷ്വ എന്ന് പറയുന്നുണ്ട്, സ്വീകരിക്കൂ അല്ലെങ്കിൽ സ്വീകരിച്ചാലും എന്ന് പറയാം. സമാഗച്ഛതു, സമാഗച്ഛതു, സമാഗച്ഛതു എന്ന് പറഞ്ഞാല് വരൂ എന്നുള്ള അർത്ഥമാണ്. കൊണ്ടുവരൂ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ. അതോ രേഖാങ്കിത പദച്ഛേദ ലിഖിത. ഇവിടെ ഗുണൈശ്ച എന്നുള്ളതിന്റെ പദച്ഛേദം നോക്കാം. ഗുണൈഹി അധികം ചായാണ് ഗുണൈശ്ച എന്ന് പറയുന്നത്. വിനയപ്രധാനൈഹി ഇത്യസ്യ വിഗ്രഹം കഥം ഭവതി. വിനയപ്രധാനൈഹി എന്നതിന്റെ വിഗ്രഹം എന്താണ്? വിനയ പ്രാധാന്യം ഏഷാം തൈഹി, വിനയമാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
വിനയഃ പ്രാധാന്യം യേഷാം തൈഹി വിനയപ്രധാനൈഹി. രത്നം കേന സമാഗച്ഛതു. രത്നം എന്തിനോടാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ കൂടെ വരേണ്ടത്? എന്തിനോടാണ്? കാഞ്ചനേന. ഇവിടെ കാഞ്ചന എന്ന് പറയുന്നത് സ്വർണ്ണനാണ് കേട്ടോ. സ്വർണത്തോടു കൂടി രത്നം ഉടിച്ചേരട്ടെ. സ്വാനുരൂപം ഇത്യർത്ഥ്യ ശ്ലോകേ പ്രയുക്തം പദം. സ്വാനുരൂപം, സ്വാനുരൂപം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സ്വാനുരൂപം എന്ന് പറഞ്ഞാല് യോജിച്ച, തനിക്ക് യോജ്യമായിട്ടുള്ള എന്നർത്ഥം. അപ്പൊ ആത്മനസ്തുല്യം, തുല്യമായിട്ടുള്ളത്, യോജിച്ചത് എന്നൊക്കെ അർത്ഥം വരുന്നത് ആത്മനസ്തുല്യം എന്നുള്ളത് സ്വാനുരൂപമാണ് കേട്ടോ. കുലേന ഇത്യർത്ഥ വിഭക്തി തൃതീയ വിഭക്തിയാണ്. കുലേന എന്ന് പറഞ്ഞാല് ഇനി ഇതിന്റെ ഗദ്യക്രമം ഒന്ന് നോക്കാം. കുലേന കാന്ത്യ നവേന വയസ വിനയപ്രധാനൈഹി തൈസ്തൈർഗുണൈശ്ച ആത്മന തുല്യം അമും ത്വം വൃണീഷ്വ രത്നം കാഞ്ചനേന സമാഗച്ഛതു. രത്നം കാഞ്ചനേന സമാഗച്ഛതു. കുലേന കാന്ത്യ വയസാ നവേന വിനയപ്രധാനൈഹി തൈസ്തൈർഗുണൈശ്ച ആത്മനസ്തുല്യം അമും ത്വം വൃണീഷ്യ രത്നം സമാഗച്ഛതു. രത്നം കാഞ്ചനേന സമാഗച്ഛതു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ശ്ലോകത്തിലും നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ശ്ലോകത്തിലും പറയുന്നത്. 1-ാമത്തെ ശ്ലോകം, 2-ാമത്തെ ശ്ലോകം, 3-ാമത്തെ ശ്ലോകം, 4-ാമത്തെ ശ്ലോകം അല്ലെ. അപ്പൊ ഇതില് വരുന്ന വിഗ്രഹപദങ്ങളും ആശയങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. യെസ്, ഓക്കെ, ബൈ.